ഇന്നലെ രാത്രിയിലാണ് കോഴിക്കോട് ചേവായൂർ മായനാട് വെച്ച് ഇങ്ങനൊരു സംഘർഷം ഉണ്ടാകുന്നത്. ഏകദേശം ഈ ഭാഗത്ത് വെച്ചാണ് സൂരജ് എന്ന 20 വയസ്സുള്ള ചെറുപ്പക്കാരനെ മർദ്ദിക്കുന്നത്, ഒരു കൂട്ടം ആളുകൾ ചേർന്ന് മർദ്ദിക്കുന്നത്. അങ്ങനെ സൂരജ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പിന്നീട് അവിടെ നിന്ന് ശ്വാസതടസ്സം അടക്കം അനുഭവപ്പെടുകയും മരണപ്പെടുകയുമാണ് ചെയ്തത്. സൂരജ് ആ സമയത്ത് ഈ രാത്രിയിൽ ഇവിടെ ഒരു ക്ഷേത്രത്തിൽ ഉത്സവം ഉണ്ടായിരുന്നു. ആ ഉത്സവത്തിൽ നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ള അജയ്, അതുപോലെ തന്നെ മനോജ്, വിജയ് എന്നീ 3 പേർ, മനോജ് എന്ന് പറയുന്നത് അജയുടെയും വിജയുടെയും അച്ഛനാണ്. ഈ 3 പേർ ചേർന്ന് ഇങ്ങോട്ടേക്ക് സൂരജിനെ കൊണ്ടുവരുന്നതും പിന്നീട് ഒരു പ്രശ്നപരിഹാര സാധ്യത എന്നുള്ള രൂപത്തിലൊക്കെ സംസാരിച്ചെങ്കിലും അത് കൊലപാതകത്തിലേക്ക്, അതായത് മർദ്ദിച്ചു കൊലപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയത് എന്നാണ് നാട്ടുകാർ ഒക്കെ പറയുന്നത്. വൈരാഗ്യത്തിൻ്റെ ബാക്കിയാണ് ഇവിടെ നടന്നത് എന്നാണ് പറയുന്നത്. അതായത് സൂരജിൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരാളും ഈ അജയും അതുപോലെ തന്നെ വിജയും, ഇവർ ഈ കോളേജിൽ കാറ് പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു തർക്കം, ആ തർക്കത്തിൽ ഈ സൂരജും ഇടപെട്ടിരുന്നു. സംസാരിക്കാനെന്ന് പറഞ്ഞാണ് ഇങ്ങോട്ടേക്ക് റോഡ് പരിസരത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്. അവിടെ വെച്ച് ഒരു കൂട്ടം ആളുകൾ ചേർന്ന്, അതിൽ കോളേജിലെ മറ്റു വിദ്യാർത്ഥികളടക്കം ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. അങ്ങനെ മർദ്ദിക്കുകയായിരുന്നു. അതിലിപ്പോൾ ഈ അച്ഛനടക്കമുള്ള 3 പേർ, മനോജ് അടക്കമുള്ള 3 പേർ ഇപ്പോൾ ചേവായൂർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. മരിച്ച സൂരജിന്റെ ബന്ധു മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുന്നുണ്ട്. കോളേജിന്റെ വിഷയമാണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയുന്നുള്ളൂ. ഞങ്ങളെ വിളിച്ചൊരു കേസിലാണ് ഞങ്ങൾ വന്നപ്പോൾ സൂരജിൻ്റെ കേസ് അറിയില്ല. ഞങ്ങൾ ഒഴിവാക്കി. കഴിഞ്ഞപ്പോൾ സൂര്യൻ ഇങ്ങനെ വിഷയം വരുന്നത്, ശ്വാസം കിട്ടില്ല, കോളേജ് അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞ് അത് കഴിഞ്ഞപ്പോഴാണ് പൾസില്ല. പിന്നെ ഞങ്ങൾ എത്തുമ്പോൾ ഡെത്തുമാണ്. ഇവരെ തച്ച കേസിൽ അച്ഛനുണ്ട്, മോനുണ്ട്, പിന്നെ ഓരോ കുടുംബക്കാരുണ്ട്, ഓൻ്റെ സുഹൃത്തുക്കളുണ്ട്. അത് വെച്ചാൽ പോലീസ് ഇന്നലെ പോയതെന്ന് വെച്ചാൽ കുന്നാലം വരെ വെച്ചാൽ ആ ഭാഗത്തുള്ള ടീം ചെക്കന്മാരാ വന്നതെന്നാ അവർ പറഞ്ഞു. നമുക്ക് അവരെ സ്റ്റുഡൻസിന് നമ്മൾ അറിയില്ലല്ലോ. കുറേ ആൾക്കാരായിട്ട് ഒരു വരികയും പിന്നെ നമ്മളോട് ഈ സൂരജിനെയും പിന്നെ ആകെ ഒരു കുറച്ച് ഞങ്ങൾ 4 ആളുകളുണ്ടായിരുന്നു. ആ എല്ലാവരും കൂടെ കയറി ഇവർ ആക്രമിക്കുകയാണ്. സൂരജിനാണ് കൂടുതലും ആക്രമിച്ചത്. എല്ലാവരോടും കയറിയിട്ട് ഓനെ നിലത്തിട്ട് ചവിട്ടുകയൊക്കെയാണ് എല്ലാവരും ചെയ്തത്. ഇവിടെ നാട്ടുകാരുടെ കൂട്ടത്തിൽ ചെറിയൊരു പ്രതിഷേധമൊക്കെ രാവിലെ ഉണ്ടായിരുന്നു. അവരും പറയുന്നത് എന്താണ് കൃത്യമായി സംഭവിച്ചത് എന്ന് കണ്ടെത്തണം, പോലീസ് അതിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നൊക്കെയാണ്. എന്തായാലും 3 പേർ ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട്. ബാക്കി ആരൊക്കെ ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, എന്താണ് ഈ സംഭവത്തിന് പിന്നിലെ കൃത്യമായ കാര്യം എന്നൊക്കെ പോലീസ് അന്വേഷിക്കുകയും ചെയ്യും. ജസ്റ്റിൻ മാത്യുവിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.